മാഷേ, പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. നേരത്തെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ CPM പറഞ്ഞത് RSS ബന്ധമുള്ള ഗവർണർ ആയതുകൊണ്ടാണ് സർക്കാരുമായി തുറന്ന പോരെ, ഒരു ഗവർണർ കാണിക്കാത്ത കാര്യങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഇപ്പോൾ RSS കാരനായ ഒരു ഗവർണറാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇനിയാണ് CPM-ഉം ഗവർണറും തമ്മിലുള്ള തുറന്ന പോര് നമ്മൾ കാണാൻ പോകുന്നത്. എനിക്കാരോടും എന്താ പറയുക, എനിക്കെല്ലാവരോടും സഹകരിച്ചു പോകണം, പക്ഷെ എന്നോട് കളിച്ചാൽ തിരിച്ച് ഞാൻ അതിനപ്പുറം കളി കണ്ടിട്ട് വന്നവനാണ് എന്നുള്ളൊരു സ്വരം കൂടി ഗവർണറുടെ വാക്കുകളിലുണ്ട്. തുടക്കത്തിൽ ADGP-യിൽ നിന്നാണ്, ADGP-യുടെ കളസം കീറിക്കൊണ്ടാണ് തുടങ്ങിയത്. ഇനി എങ്ങനെയായിരിക്കും പുതിയ ഗവർണറുടെ നീക്കങ്ങൾ? ഈ ചോദ്യം പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ RSS ബന്ധമുള്ളതോ RSS-നോട് അനുകൂല മനോഭാവം കാണിക്കുന്നതോ ആയ ഗവർണർമാർക്ക് വരാനായിട്ടുള്ള വഴികളാണ് ഉണ്ടായിരുന്നത്. കാലം മാറിക്കൊണ്ടിരിക്കുക. കാരണം കേന്ദ്രത്തിൽ 2 വട്ടം BJP ഭരിച്ചു കഴിഞ്ഞു, തുടർച്ചയായി 3-ാം വട്ടം ഭരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 3-ാം ഊഴത്തിലാണ് BJP എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ഏകകക്ഷി ഭരണത്തിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമാണ് ശരിക്കും. അപ്പോൾ നമുക്ക് അതിക്ക് മുമ്പ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലം പരിശോധിച്ചാൽ, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലത്ത് ഗവർണർമാർ മുഴുവൻ ഡൽഹിയിൽ നിന്ന് പെട്ടിയുമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് പോയിരുന്നത് കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്കാണ്. കോൺഗ്രസിൻ്റെ അജണ്ട നടപ്പാക്കലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ കോൺഗ്രസ് സർക്കാരായിരിക്കാം, കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതര സർക്കാരുകളൊക്കെ അവിടെ വരാനായിട്ട് തുടങ്ങി. കേരളത്തിൽ പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് സർക്കാരായിരുന്നില്ല. നമ്മൾ കേരളം രൂപീകൃതമായതിനു ശേഷം ആദ്യം തന്നെ കോൺഗ്രസ് വിരുദ്ധ സർക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നു. അന്നുകൂടി ഈ കേരളത്തിൽ ഈ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര നേതൃത്വവും അതേപോലെ സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള സംഘർഷങ്ങൾ, അങ്ങനെ പലതും ആ കാലഘട്ടങ്ങളിൽ നമുക്ക് മുന്നിലുള്ളതാണ്. നമുക്കതുകൊണ്ട് അതൊരു പുതുമയല്ല. പക്ഷേ നമ്മുടെ പുതുമ ഇപ്പോൾ വരുന്നത് പുതിയ ഗവർണർമാർ എന്ന് പറയുന്നത് RSS ശാഖകളിൽ പ്രവർത്തിച്ച് RSSകാരായിട്ട് മാത്രം ജീവിച്ച് കേരളത്തിലേക്ക് വരുന്നവരാണ്. അവരുടെ അജണ്ട എന്ന് പറയുന്നത് RSSൻ്റെ അജണ്ട നടപ്പിലാക്കലായിരിക്കും. ഇവിടെ CPM-ആണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ CPM-ന് സ്വാഭാവികമായിട്ടും CPM-ൻ്റെ അജണ്ട നടപ്പിലാക്കാനായിട്ടുള്ള പരിപാടികളായിരിക്കും CPM-ൻ്റെ കയ്യിലുണ്ടാകും. അപ്പോൾ CPM അജണ്ടയും RSS അജണ്ടയും തമ്മിലുള്ള സംഘർഷമാണ് യഥാർത്ഥത്തിൽ രാജ്ഭവനിൽ നിന്ന് നമുക്ക് ഇനി കേൾക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതുണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് ആരിഫ് ഖാനും അതേപോലെ തന്നെ പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന ഈ RSS നേതാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിക്കും മുഹമ്മദ് ആരിഫ് ഖാൻ എന്തും പറയുന്നതിനും എന്തും ചെയ്യുന്നതിനും യാതൊരു വിധമായിട്ടുള്ള മടിയുമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ RSSലെത്തുന്നത്. അപ്പോഴും RSSകാരനാണെന്ന് പറഞ്ഞിട്ടല്ല അദ്ദേഹം നടക്കുന്നത്. പക്ഷേ RSSൻ്റെ അജണ്ട RSSനേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്നത്. അതേപോലത്തെ ഒരു സംഘർഷം ഇപ്പോൾ ഇനി കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 2 കാരണങ്ങൾ. ഒന്ന്, ഗവർണർക്ക് കൃത്യമായിട്ട് അജണ്ടയുണ്ട്, അത് RS അജണ്ടയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPM-ൻ്റെ അജണ്ടയുണ്ടെന്ന് CPM പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ 2 പേരും വളരെ ശക്തമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധക്കാരായി മാറുമ്പോൾ എതിരാളികളുടെ ശക്തി മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് വളരെ ബാലൻസ്ഡായ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ താല്പര്യങ്ങൾ, ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ ADGP-യെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്താനായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതില്ലായിരുന്നു. പഴയ ആളുകളൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. അതുകൊണ്ട് ഇവർക്കെന്താ പ്രത്യേകത? ഇവർക്കെന്താ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനില്ല. പഴയ ആളുകൾ അവിടെ നിൽക്കട്ടെ. പഴയ ആളുകൾ വേണ്ട അല്ലെങ്കിൽ വേണം എന്ന് പുതിയ ഗവർണർ വരുന്ന സമയത്ത് ഗവർണറോട് ചോദിക്കാം, പഴയ ആളുകൾ തന്നെ മതിയോ അതേ പുതിയ ആളുകൾ വേണം? അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവില്ല. അവിടെ ഇവരെടുക്കുന്ന സ്ട്രാറ്റജിക്കൽ പൊസിഷൻസിൻ്റെ പാളിച്ചയാണ്. നാളെ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള പാളിച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഗവർണറുമായിട്ട് ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാനും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിക്കുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അദ്ദേഹത്തിനും പരിമിതികളുണ്ട് ഗവർണർ എന്ന നിലയ്ക്ക്. ആ പരിമിതികളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ
പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സംഘർഷങ്ങൾ കുറക്കാനായിട്ട് കഴിയും. ബുദ്ധിപരമായിട്ടുള്ള സമീപനമാണ് രണ്ടു കൂട്ടർക്കും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ബുദ്ധിപരമായിട്ട് ഗവർണറുടെ കാര്യങ്ങൾ ചെയ്യുക, ബുദ്ധിപരമായിട്ട് സർക്കാർ പിണറായി വിജയൻ്റെ കാര്യങ്ങളും ചെയ്യുക. അദ്ദേഹം ഈ കണ്ട അദ്ദേഹത്തിൻ്റെ കുറേ ഉപദേശികളും പരദേശികളായിട്ടുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ഇയാൾ പൊളിഞ്ഞു പോകും. പകരം നേരിട്ട് ഗവർണറുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംഘർഷങ്ങൾ പരമാവധി കുറക്കാം. കാരണം രണ്ടുപേർക്കും അറിയാമല്ലോ ഓരോരുത്തരുടെ പരിമിതിയും ഓരോരുത്തരുടെ സാധ്യതയും. അത് മനസ്സിലാക്കി അവർ രണ്ടുപേരും വ്യക്തിപരമായിട്ട് അധികാരികളെന്ന നിലയ്ക്ക് അധികാരം പ്രയോഗിക്കുന്ന രീതിയിൽ പോയാൽ മാത്രമേ സംഘർഷമില്ലാത്തൊരു സാഹചര്യം വരികയുള്ളൂ. അല്ലെങ്കിൽ ഈ സംഘർഷം ഉണ്ടാകുകയും ആ സംഘർഷത്തിൽ പല ഘട്ടങ്ങളിലും കേരള ഗവൺമെൻറ് തോൽക്കുന്നതായിട്ടും പിണറായി വിജയൻ തോൽക്കുന്നതായിട്ടുമുള്ള വാർത്ത നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങൾ പരക്കാനുള്ള സാധ്യതകളാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു വിവരക്കേടാണ് അവിടെയൊക്കെ പ്രകടമാക്കപ്പെടുന്നത്. അത് പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഈ സർക്കാരിന് ഗവൺമെൻറ്റുമായി ഗവർണറുമായി വലിയ രീതിയിലുള്ള പോരെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സർക്കാരിൻ്റെ യുവജന സംഘടനയായ SFIയെ വിട്ട് പഴയ ഗവർണർക്കെതിരെ പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത്. വഴി തടയുക, പിന്നീട് ഗവർണറെ ഗോ ബാക്ക് എന്ന് വിളിക്കുക, പല സർവകലാശാലകൾ ഉദ്ഘാടനത്തിൽ എത്തുമ്പോൾ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുക, അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ നടത്തിയത് ആർഷോയുടെ നേതൃത്വത്തിലുള്ള SFI ആയിരുന്നു. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു. നമ്മൾ ഇന്നുവരെ കാണാത്ത രീതിയിൽ വഴിയിൽ കസേരയിട്ടൊരു ഗവർണർ ഇരിക്കുന്നു, കോഴിക്കോട് മിഠായി തെരുവിലൂടെ നടന്നു പോകുന്ന ഒരു ഗവർണർ, വണ്ടി നിർത്തി SFIയെ നേരിടുന്ന ഒരു ഗവർണർ. ഇത്തരത്തിൽ ഗവർണറെ ഇതിനു മുന്നേ കേരള ചരിത്രത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഗവർണറും തങ്ങൾക്കൊരു ഭീഷണിയാകും എന്ന് കണ്ടാൽ തങ്ങളായി തുറന്ന പോരിന് പോകില്ല. പക്ഷേ DYFIയെ കൊണ്ടോ SFIയെ കൊണ്ടോ ഗവർണറെ നേരിടാനുള്ളൊരു നീക്കം CPM അത്തരം പഴയ ഒരു വിഡ്ഢിത്തരത്തിലേക്ക് CPM നീങ്ങുമോ? അല്ല, SFI കൊണ്ടോ അല്ലെങ്കിൽ DYFI കൊണ്ടോ ഒന്നുമല്ലല്ലോ ഗവർണറെ നേരിടേണ്ടത്. ഗവർണറെ നേരിടേണ്ടത് മുഖ്യമന്ത്രിയോ ഗവൺമെൻറ്റോ എന്ന നിലക്ക് തന്നെയാണ്. കാരണം അത് അധികാരത്തിൻ്റെ പ്രശ്നമാണത്. ഒരു അധികാരിയും മറ്റൊരു അധികാരിയും തമ്മിലുണ്ടാകേണ്ട സർഗാത്മകമായിട്ടുള്ള ബന്ധമാണ് പിണറായി വിജയനും അതേപോലെ രാജേന്ദ്ര ആർലേക്കറും തമ്മിൽ ഉണ്ടാകുന്നതെങ്കിൽ ഇത്തരം സംഘർഷങ്ങൾക്ക് പ്രസക്തിയില്ല. ഒരു വിഷയം വരുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ തയ്യാറാണ്. ആശയവിനിമയം നടത്താൻ തയ്യാറാവുകയും ഓരോരുത്തർക്ക് എടുക്കുന്ന പൊസിഷൻസ് എന്താണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പൊസിഷൻസ് എടുക്കുകയും ചെയ്താൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ പറ്റുകയുള്ളൂ. അതല്ലാണ്ട് ഗവർണർ കേന്ദ്രത്തിൻ്റെ റബ്ബർ സ്റ്റാമ്പാണ് എന്ന നിലയ്ക്ക് കേരള സർക്കാർ പെരുമാറുകയും കേരള സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നതിൻ്റെ ഒരു കോളനിയുടെ കാവൽക്കാരനാണ് എന്ന് ഗവർണർ കരുതുകയും ചെയ്താൽ സംഘർഷം നിരന്തരം തുടരും. അത് രണ്ടു കൂട്ടർക്കും നല്ലതല്ല. എപ്പോഴും നമ്മൾ ഈ അധികാരികളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് അവരാ അധികാരത്തിൻ്റെ പുറത്ത് അന്തസ്സോടുകൂടി പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമായിരിക്കും. ആ അന്തസ്സ് അവരുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയാൽ അവർക്ക് കിട്ടുന്ന ബഹുമാനം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകും. അതാണ് സംഭവിക്കുന്നത്. അതാ ഏതധികാരിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഗവർണർക്ക് എന്തെല്ലാം കഴിയും എന്നത് ആര് പഠിക്കണം? കേരള ഗവൺമെൻറ്റും അതിൻ്റെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയും പഠിക്കണം. അതുപോലെ മുഖ്യമന്ത്രിക്ക് എന്ത് കഴിയും എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള നിലപാട് ഗവർണർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ട് തുല്യ ശക്തികൾ എന്ന നിലയ്ക്ക് പരസ്പരം ഓരോ കാര്യങ്ങളും ഇടപെടുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആശയവിനിമയം നടത്താനായിട്ട് ഇരുവർക്കും കഴിയുമെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ വളരെ സുഗമമായിട്ടുള്ള ഭരണം നടത്താനായിട്ട് കഴിയും എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതിന് പകരമായിട്ട് നിന്നെ ഞാൻ കൊച്ചാക്കും, നീ എൻ്റെ മുമ്പിൽ ഒരു അശ്വമാണ് എന്ന നിലയ്ക്ക് ഇവരിൽ ആരെങ്കിലും ഒരാൾ പെരുമാറാൻ തുടങ്ങിയാൽ സംഘർഷങ്ങൾ. അപ്പോഴാണ് ഈ കുട്ടിവേഷങ്ങളെല്ലാം കടന്നു വരുന്നത്. SFI വരും, DYFI വരും, അല്ലെങ്കിൽ മഹിളാ അസോസിയേഷൻ വരും. അവരുടെ ഒന്നും ആവശ്യമില്ല. അവരൊരു രംഗത്തും വരേണ്ട ആവശ്യമില്ല. വിദ്യാഭ്യാസ രംഗത്ത് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ, തങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാതെ പോകുന്ന സാഹചര്യങ്ങളിലാണ് അവർ ആ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉയർത്താൻ ശ്രമിക്കുന്നത്. അതുപോലെ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് DYFI ശബ്ദിക്കണം. അതല്ലാണ്ട് ഗവർണർക്കെതിരെയുള്ള ആയുധമാണ് DYFI എന്നോ SFI എന്നോ SFIക്കാരും DYFIക്കാരും കരുതാൻ പാടില്ല. മാത്രമല്ല CPM നേതാക്കളും കരുതാൻ പാടില്ല. കാരണം ഈ കുട്ടികളെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന ഏർപ്പാടിൽ പോകാൻ പാടില്ല.
പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തണം, സമരം നടത്തണം. ആ സമരം നടത്തേണ്ടത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വിദ്യാർത്ഥികൾക്ക് നീതി നിഷേധമുണ്ടാകുന്ന സമയത്ത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെതിരെ നിൽക്കുന്ന ഗവർണറായാലും മുഖ്യമന്ത്രിയായാലും അവർക്ക് സമരം ചെയ്യാം. ആ സമരത്തെ സമൂഹം അങ്ങനെ തന്നെ കണക്കാക്കുകയും ചെയ്യും. അതിന് പകരമായിട്ട് ഗവർണറെ ഞങ്ങൾ നിശബ്ദമാക്കും, അതിനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് വന്നാൽ അവർ നഷ്ടപ്രവർത്തനത്തിലോ നഷ്ടദിനങ്ങളിലോ ആയിത്തീരും എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സാധ്യതകൾ മനസ്സിലാക്കി മാത്രമേ നീങ്ങാൻ പാടുള്ളൂ. ഇതാണ് പ്രശ്നം. വെറുതെ ആവശ്യമില്ലാതെ കൊടിയും അതേപോലെ തന്നെ വടിയുമൊക്കെ ആയിട്ട് വഴിയിലിറങ്ങി ഗവർണർ തടയുന്നതിൽ അർത്ഥമില്ല. എന്നാൽ ഗവർണർ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുകയോ വിദ്യാഭ്യാസ രംഗത്ത് കേരളം തുടരുന്നതായിട്ടുള്ള രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയൊക്കെ ചെയ്താൽ ആ സമയങ്ങളിൽ ഇതിനകത്ത് ഇടപെടാം. പക്ഷേ നിയമപരമായിട്ട് ഗവർണർക്ക് ഇടപെടാൻ കഴിയുന്ന ഇടങ്ങളിൽ അദ്ദേഹം ഇടപെടുമ്പോൾ അതിനെതിരെ പ്രക്ഷോഭത്തിന് ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. കാരണം നിയമപരമായിട്ട് അദ്ദേഹത്തിൽ അർപ്പിതമായിരിക്കുന്നതായിട്ടുള്ള അവകാശത്തെ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും ആളുകൾ ശബ്ദവും ബഹളവും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുക. അത് തന്നെ ഗവർണറുടെ കാര്യത്തിൽ. അപ്പോൾ അവരവരുടെ അധികാരങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ യാതൊരു സംഘർഷമില്ലാത്തതായിട്ടുള്ള ദിവസങ്ങളായിരിക്കും തുടരുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ സംഘർഷഭരിതമായിരിക്കും, അത് വളരെ മോശമായിരിക്കുന്നു.